വിചാരമുണ്ട് പുള്ളി ഈ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു വീട്ടിൽ നിന്ന് ഒരിക്കലും പോവില്ല. പുള്ളിക്ക് ഒരുപാട് പിടിപാടുണ്ട്, അല്ലെങ്കിൽ പുറത്ത് പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. പോട്ടെ, ബിഗ് ബോസിൽ പോലും പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. പുള്ളി കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി ഈ പുള്ളി ഈ ഒരു നോമിനേഷന് വന്നാലും പുള്ളി പോവില്ല എന്ന് പുള്ളി തന്നെ പുള്ളിയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നുണ്ട്. ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലോട്ടാണ് പോകുന്നത്. കുറച്ച് മുന്നേ നോമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അനുമോൾ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നെവിനും അക്ബറും. നെവിനും അക്ബറുമായിട്ടുള്ള സീന് നിങ്ങൾക്കറിയാലോ, ഈ ആഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അക്ബറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നു. കാര്യം പറയാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനെല്ലാം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അനുമോൾ ഇപ്പം കുറച്ച് കാര്യങ്ങൾ ഇവർ രണ്ടുപേരെയും പറ്റി പറയുന്നതിനകത്ത് കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. പ്രധാനമായിട്ട് അക്ബറും ഈ ഷോ ഡയറക്ടറും തമ്മിലുള്ള ബന്ധം. അതായത് ഈ അക്ബറിന് ഈ ഷോയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പുറത്തു പോകത്തില്ല എന്ന് കുറേ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് അനുമോൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നെവിൻ്റെ കേസ്, ഈ ലാലേട്ടനും ബിഗ് ബോസും ഉൾപ്പെടെ നെവിൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറ്റക്കാരി ഞാൻ മാത്രം എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെ സത്യമായിട്ടാണ് തോന്നിയത്. കാര്യം എല്ലാ വട്ടവും ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന അനുമോളാണ്. ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും പുള്ളിക്കാരത്തെ ചീത്ത വിളിച്ചില്ലെങ്കിൽ ആ ഒരു മനുഷ്യന് സ്വസ്ഥത കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നെവിനെ നോമിനേറ്റ് ചെയ്തത് ഒന്ന് കാണാം. അപ്പോൾ ഇവിടെ പല ഇഷ്യൂസും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന പോലെ ഫുഡ്, ഞാൻ രണ്ടുപേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ആ ഫുഡിന് വേണ്ടിയിട്ട്, ആ ഫുഡ് തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് പുള്ളിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നല്ല, പുള്ളിക്ക് അത് എങ്ങനെയെങ്കിലും ഞാൻ കഴിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ ഇതിലാണ് പുള്ളിക്കാരൻ അത് തട്ടിത്തെറിപ്പിക്കാൻ നോക്കി. ചിലപ്പോൾ അത് അവിടെ ഏറ്റവും കൂടുതൽ കളവ് ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ നെവിനാണ്. ഈ നെവിനെയൊക്കെ എന്തിനാണെന്നോ എന്തോ ആൾക്കാർ വോട്ട് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുന്നത്. കുറച്ച് കോമാളിത്തരങ്ങൾ കാണിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വോട്ട് പിടിക്കാനായിട്ട് കുറച്ച് തന്ത്രങ്ങൾ, അത്രയാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ നെവിൻ ഒരു ഭയങ്കര ഗെയിമറായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ഓരോ എപ്പിസോഡുകൾ വേണമെങ്കിൽ പോയി എടുത്ത് നോക്കിക്കോ. പാതിരാത്രിയിലും ആരും കാണാതെയൊക്കെ ഈ പറയുന്ന നെവിനാണ് ഈ ഭക്ഷണങ്ങൾ എടുത്തുകൊണ്ട് പോയി ഇരുന്ന് തിന്നുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോൾ അവിടെ ഈ മോഷണത്തിൻ്റെ കേസ് വരുമ്പം അവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയേണ്ട പേര് ഈ നെവിൻ്റെയാണ്, അല്ലാതെ വേറെ ആരും ഈ പറയുന്ന രീതിയിലുള്ള മോഷണങ്ങളൊന്നും അവിടെ നടത്തിയിട്ടില്ല. ആ വീഡിയോ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഭയങ്കര റൈസായിട്ട് ഫുഡിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ബെഡ് ഫുൾ എന്നെ ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കബോർഡിലിരിക്കുന്ന ഞാൻ കൊണ്ടുവന്ന എൻ്റെ പ്രോഡക്റ്റ്, എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, ഞാൻ അതെടുത്ത് പെർഫ്യൂം എടുത്ത് കവറിലാക്കി സത്യമാണ്. അതിനെ പറ്റിയിട്ടൊന്നും ഈ പറയുന്ന ലാലേട്ടൻ ഒരക്ഷരം പോലും ഒന്നും ചോദിച്ചില്ല. കാര്യം ഒരാളുടെ പേഴ്സണൽ തിങ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വെളിയിൽ കൊണ്ടുവന്ന് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അന്ന് ഇവിടെ ഗസ്റ്റുകൾ വന്ന സമയത്ത്, അതായത് ഷിയാസ് കരീം വന്ന സമയത്ത് ഈ പാവ എടുത്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വരെ ലാലേട്ടൻ എഗെയിൻസ്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ചോദ്യം ചെയ്യാറുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്ന്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള കണ്ടസ്റ്റൻസ് തന്നെ ചെയ്യുമ്പം ലാലേട്ടൻ ഈ ഒരു വിഷയം ചോദിക്കാമായിരുന്നു. പക്ഷെ അത് ചോദിച്ചിട്ടില്ല. നെവിൻ ഭയങ്കര ഓവറായിരുന്നു. അന്ന് രാത്രിയിൽ നെവിൻ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. കളയൂന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അപ്പൊ ഇതൊക്കെ ഇവിടെ ഒരു ഗുണ്ടായിസം പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അവന് എന്തും തോന്നിയ ദിവസം ഇവിടെ കാണിക്കാം. ബിഗ് ബോസും ലാലേട്ടനും ഒന്നും ഒരു വഴക്കും പറ്റില്ല. കാരണം ഇവിടെ വരുന്ന പല ഗസ്റ്റുകളും പാരന്റ്സും പറഞ്ഞിട്ടുണ്ട്, അവനൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അവൻ ഇവിടെ പലതും കാണിക്കാം, ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ അവന് സപ്പോർട്ടാണ് എന്ന്. അനുമോൾ അത് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പുള്ളിക്കാരത്തി അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്തതാണ്. കാര്യം ഇരിക്കുന്നത് കൊണ്ട് പറയുന്നതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, മേ ബി പുള്ളിക്കാരത്തി ചിലപ്പം പറഞ്ഞു കാണുമായിരിക്കാം, അത് ഇവർ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വട്ടം വരുമ്പോഴും ഈ പറയുന്ന അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആര് നിൽക്കുന്നു അവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുവാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു ഷോയുടെ ഭാഗത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു വട്ടമല്ല, 2 വട്ടമല്ല, എല്ലാ പ്രാവശ്യവും അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ടാർഗറ്റ് ചെയ്യുവാണ്. അതേപോലെ തന്നെ അനീഷിൻ്റെ കേസും അത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ഇവിടെ അനുമോളുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഓവറാണ്. ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് അവന് ഇവിടെ എന്ത് വേണമെങ്കിലും കാണിക്കാന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അവന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പോലും അത് ബിഗ് ബോസ് നന്നായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവനെ സ്നേഹത്തോടു കൂടി. അപ്പോൾ അത് മതി അവന് മുന്നോട്ട് ഇവിടെ ആരോടും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാനും പിന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ആ ഒരു എന്താ പറയണ്ട, ഇവിടെ ആരും കാണിക്കാത്ത പലതാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. മറ്റുള്ളവർക്ക് ഫീൽ ആവുന്നുണ്ടോ ഒന്നും പുള്ളിക്കാരൻ നോക്കുന്നില്ല. എനിക്ക് നല്ല രീതിയിൽ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് എനിക്കത് വിഷമം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സത്യമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നെവിൻ്റെ ഓരോ പെരുമാറ്റങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും ചിലതൊക്കെ ഭയങ്കര ഓവറാണ്. ലാലേട്ടൻ വിളിച്ച് ഇന്നിപ്പിച്ച് നിർത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും പുള്ളിക്കാരൻ കൊടുക്കുന്ന ഒരു മറുപടിയും രീതിയൊക്കെ ഉണ്ട്. അതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. വളരെ ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് ലാലേട്ടൻ്റെയൊക്കെ മുന്നിൽ നിന്നിട്ട് കുറേ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. ലാലേട്ടന് വേണമെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ വഴക്ക് പറയാം, അല്ലെങ്കിൽ മര്യാദയ്ക്ക് നിങ്ങൾക്ക് സംസാരിച്ചുകൂടാൻ ചോദിക്കാം. അതൊന്നും ചെയ്യാറില്ല. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അക്ബർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും
ഇപ്പോൾ ആര്യൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നെവിൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലോട്ട് പോവാണ്. ശരിക്കും മോഹൻലാൽ എന്ന് പറയുന്നൊരു വ്യക്തി ആ ഒരു ഷോയുടെ ഒരു ജസ്റ്റ് ഒരു ആങ്കർ മാത്രമാണ്. പക്ഷെ പുള്ളിക്ക് കൊടുക്കുന്ന സ്ക്രിപ്റ്റാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിയെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏത് വിധേനയും ആ ഒരു വ്യക്തിയെ മാനസികമായിട്ട് മാക്സിമം വെറുപ്പിക്കാവോ അത്രത്തോളം വെറുപ്പിക്കുക. ഒന്നെങ്കിൽ ഈ ഒരു ഷോയിൽ നിന്ന് അനുമോളായിട്ട് തന്നെ മനസ്സ് മടുത്ത് ഇറങ്ങി പോവുക. മേ ബി അതായിരിക്കും ഉദ്ദേശം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ കാണിക്കുന്നത്. ഈ പറയുന്ന പോലെ പുറമെ ഈ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ തമാശകളും ആയിട്ട് കുറച്ച് ഹൈലൈറ്റ് ഉള്ള കുറച്ച് ഈ പറയുന്ന ഈ കോമഡി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ആൾക്കാരെ എന്താ പറയണ്ടേ കയ്യിലെടുക്കുന്നത്. പക്ഷെ ഞാൻ അതിൽ വീഴത്തില്ല. ഓൾറെഡി ഞാൻ ഇപ്പൊ തന്നെ 75-76 ദിവസം കൊണ്ട് ഞാൻ പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പുള്ളി കൂട്ടുകൂടുന്നത് മറ്റു 2 ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ പോലും അത് ഏതിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് നല്ല പലർക്കും അറിയാം എന്തിനാണെന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും നെവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. ഇത് 24/7 ലൈവ് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. കുറേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് കോമഡികളും കാര്യങ്ങളും കാണിച്ചിട്ട് അങ്ങനെങ്കിലും അവിടെ പിടിച്ചിരിക്കണം. പക്ഷേ പുള്ളിയുടെ ഒരു റിയൽ ഫേസ് എനിക്ക് തോന്നുന്നില്ല അതാണ് എന്ന്. കാര്യം ചില സമയങ്ങളിൽ പുള്ളിയുടെ പ്രവൃത്തി അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് അനുമോളുടെ അടുത്ത് കാണിക്കുന്നതൊക്കെ അന്ന് രാത്രിയിൽ ഭയങ്കര ഓവറായിരുന്നു. അത് ഫിസിക്കൽ അസോൾട്ടിലോട്ട് വരെ എത്തേണ്ട ഒരു സാധനമായിരുന്നു അത്. അതിനെ പറ്റിയിട്ടൊന്നും ഇവിടെ ഒരു മനുഷ്യനും ചോദിക്കുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. എന്തായാലും ഇനി അടുത്ത അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ നല്ല കണ്ടസ്റ്റന്റ് ആയിരിക്കും മറ്റുള്ളവർക്ക്. എനിക്കും ഓക്കെ. ഇപ്പോൾ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എന്താ പറയുക തോൽപ്പിച്ച് പറഞ്ഞാൽ അവർക്ക് കൂടെ നിൽക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എന്താ പറയണ്ടേ അവർക്ക് ബുദ്ധിമുട്ടുകൾ കാണിച്ചിട്ടാണ് പുള്ളിക്കാരൻ യുദ്ധം ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്ന റീസൺസ് ആണ് പറഞ്ഞു വരുന്നത്. ഈ അടുത്ത് അക്ബർ കാണിക്കുന്ന കുറച്ച് ഷോ ഓഫ് ഉണ്ട്. അതായത് ആദിലയുടെയൊക്കെ കേസിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അക്ബറിനോട് ഭയങ്കര പാവം തോന്നിയതാണ്. അതായത് ആ പാവ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അക്ബർ ഭയങ്കര വിഷമിച്ച് ഇമോഷണലി ഭയങ്കര രീതിയിൽ കരയുന്നു, സങ്കടപ്പെടുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തതാണ്. പക്ഷേ ഇപ്പം അക്ബറിൻ്റെ ഒരു രീതിയും പെരുമാറ്റമൊക്കെ നിങ്ങളൊന്ന് കാണണം. ഭയങ്കര ഓവറാണ്. അക്ബർ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അനുമോൾ സാരി ഉടുക്കാത്തത് നന്നായി, അല്ലെങ്കിൽ സാരി വലിച്ചു വരാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക. അതായത് അത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് തോന്നി. അതായത് ലാലേട്ടനെ പോലെയുള്ള ഒരു മനുഷ്യൻ്റെ മുന്നിൽ നിന്നിട്ട് ഇത്തരത്തിലൊക്കെയുള്ള വൃത്തിയുടെ വിളിച്ച് പറയാനായിട്ട് ഇവനൊന്നും ഒരു മനുഷ്യരും അവകാശം കൊടുത്തിട്ടില്ല. ഒരു മനുഷ്യരും ആ ഒരു വിഷയത്തെ പറ്റി എടുത്തു വച്ച് ചർച്ച ചെയ്തിട്ടുമില്ല. ഞാൻ 2-3 വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. അല്ലാതെ വേറെ ആരും അതിനെപ്പറ്റി വീഡിയോ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഇപ്പോൾ അക്ബറിന് എന്ത് തോന്നിയാസം വിളിച്ച് പറയാൻ പറ്റുമോ? അനുമോൾ വിളിച്ച് പറഞ്ഞത് ശരിയാണ്, തെറ്റാണ്. അത് പുള്ളിക്കാരത്തെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നടക്കുന്ന പല സംഭവങ്ങളും അതിപ്പോഴും അങ്ങനെ തന്നെ പോകുന്നത്. പുള്ളിക്ക് ഒരു വിചാരമുണ്ട്, പുള്ളി ഈ ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു വീട്ടിൽ നിന്ന് ഒരിക്കലും പോകാതെ. കേട്ടല്ലോ, പുള്ളിക്ക് ഒരു വിചാരമുണ്ട്. പുള്ളിക്കാരൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരിക്കലും വെളിയിൽ പോകത്തില്ല എന്ന്. പുള്ളിക്ക് ഒരുപാട് പിടിപാടുകളുണ്ട്. ഈ ബിഗ് ബോസിൽ തന്നെ പുള്ളിക്ക് കൂട്ടുകാരുണ്ട് എന്ന രീതിയിൽ അനുമോൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായേ? അതായത് അനുമോൾ ഇങ്ങനെ വന്ന് ഒരു നോമിനേഷൻ സമയത്ത് പറയണമെങ്കിൽ അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉദ്ദേശിക്കാന്നേ ഉള്ളൂ. ഞാൻ വണ്ടടിക്കുന്നത് അനുമോൾ ഇത് എങ്ങനെ മനസ്സിലാക്കിയെന്നാണ്. പുള്ളിക്കാരത്തേക്ക് ഈ 6th സെൻസ് കണ്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം സാബുവും മോനെ കണ്ട് ബാത്റൂമിൽ വന്നിരുന്ന സമയത്ത് തന്നെ അനുമോൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അത് സാബു മോനായിരിക്കുമെന്ന്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പുള്ളിക്കാരത്തേക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പറ്റുന്നുണ്ട്. പുറത്തിപ്പം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ് ഈ ഷോ ഡയറക്ടറും അക്ബറും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. അതിനെ പറ്റിയിട്ടാണ് പുള്ളിക്കാരത്തി പറയണത്. പക്ഷേ അത് ഓപ്പൺ ആയിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. പുള്ളിക്ക് ഒരുപാട് പിടിപാടുണ്ട്, അല്ലെങ്കിൽ പുറത്ത് പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. പോട്ടെ, ബിഗ് ബോസിൽ പോലും പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. പുള്ളി കാണിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളി ഈ ഒരു നോമിനേഷന് വന്നാലും പുള്ളി പോവില്ല എന്ന് പുള്ളി തന്നെ പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ നോമിനേഷനിൽ വന്നാൽ പോലും ഞാൻ പോവില്ല എന്ന് വളരെ കോൺഫിഡൻറ്റോടെ കൂടിയിട്ട് അവിടെയുള്ള കൂട്ടുകാരെടുത്ത് പുള്ളിക്കാരൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന്. അപ്പം അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ഷോയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായേ? എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ലക്ഷ്മിയെക്കാട്ടിയും വോട്ട് അക്ബറിനുണ്ടെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാര്യം ആദിലയുടെ നൂറയുടെ ഒരു വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ ലക്ഷ്മിയായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആദിലെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും ഡബിൾ ഇരട്ടി സപ്പോർട്ടായിരുന്നു ലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ മാത്രമാണ് ലക്ഷ്മി ഇത്രയും ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ലക്ഷ്മിയെക്കാട്ടിയും വോട്ട് ഈ അക്ബറിനുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം മേ ബി ഇനി മനഃപൂർവ്വം ഇനി ഇവർ എടുത്ത് കളഞ്ഞതാണോ എന്ന് ഒരു ഡൗട്ടില്ലാതില്ല. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ അക്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റി ഉണ്ട്? അതായത് പുള്ളി ഒരു നല്ലൊരു ഗെയിമറാണോ? പുള്ളി എന്ത് കോൺട്രിബ്യൂഷനാണ് ആ ഒരു ഷോയ്ക്ക് ചെയ്യുന്നത്? ഞാനൊന്നും കാണുന്നില്ല. നമ്മൾ ഈ കണ്ട 4-5 സീസണുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത്രയും സീസണുകളിൽ ഓരോ ആൾക്കാരുടെ ഗെയിം പ്ലേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ കൊള്ളാവോ, നല്ല കണ്ടസ്റ്റൻ്റ് ആണോ ഇല്ലയോ എന്ന്. പക്ഷേ ഈ പറയുന്ന നെവിൻ ആയിക്കോട്ടെ, ആര്യൻ ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ഇവർക്കൊക്കെ സ്വന്തമായിട്ട് പറയാൻ വേണ്ടി എന്ത് ഗെയിമാണുള്ളത്? ഒരു ചുക്കുമില്ല.
അനുമോൾ പറയുന്നതിനകത്ത് വളരെ പരമാർത്ഥ കാര്യം. പുള്ളിക്കാരത്തി ഷോ ഡേ 1 തൊട്ട് ഈ ഒരു ദിവസം വരെ നോക്കിക്കഴിഞ്ഞാൽ അനീഷ ആയാലും അനുമോളായി കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ കൊടുക്കുന്നുണ്ട്. വെളിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പുള്ളിയുടെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളാണ് ഞാൻ ബിഗ് ബോസിൽ ഷെയർ ചെയ്യുന്നത്. എന്തായാലും അപ്പോൾ അനുമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നെവിനെയും അക്ബറിനെയാണ്. എന്തായാലും അതിൻ്റെ റീസൺസ് നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് എന്തായാലും ഇത് കേട്ടിട്ട് ഞാൻ തന്നെ വണ്ടറടിച്ചു പോയി. കാര്യം പുറത്ത് നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഈ ഒരു വിഷയം അനുമോൾ എത്ര ക്ലാരിറ്റിയോടെ കൂടിയിട്ടാണ് അത് മനസ്സിലാക്കിയിട്ട് ഇവരെ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തെന്ന് ആലോചിക്കുമ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.